നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വകുപ്പുതല ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിൽ രൂക്ഷ വിമർശനം. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് പട്ടാമ്പി താലൂക്ക് സഭയിൽ ജനപ്രതിനിധികൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ഭരണ സംവിധാനത്തിൽ അപാകതകളെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ കുടുംബത്തിനും തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെ കുടുംബത്തിനും മന്ത്രി അബ്ദുറഹ്മാൻ എത്തിയാണ് ധനസഹായം കൈമാറിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM രംഗത്ത്. സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ. ഷൊർണൂരിൽ തെരുവ് നായ്ക്കളുടെ അക്രമം, വയോധികൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. 3 വർഷം മുമ്പ് നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് തകർച്ചയുടെ വക്കിൽ. കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുത്തതാണ് റോഡ് തകരാൻ കാരണം. മണ്ണാർക്കാട് റവന്യൂ വകുപ്പ് പിടികൂടിയ വാഹനങ്ങളിൽ മോഷണം പോയത് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന്. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്ത് മൻഗാഫിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. തിരൂർ കൂട്ടായി സ്വദേശി നൂഹ്, പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ എന്നിവരുടെ വീടുകളിലെത്തിയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ധനസഹായം കൈമാറിയത്. കുവൈത്തിൽ തീപിടുത്തത്തെ തുടർന്ന് മരണപ്പെട്ട തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെ കുടുംബത്തിനും പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ കുടുംബത്തിനും സർക്കാർ ധനസഹായം കൈമാറി. മന്ത്രി വി അബ്ദുറഹ്മാൻ അവരുടെ വീടുകളിൽ എത്തിയാണ് ധനസഹായം കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപയും പ്രമുഖ വ്യവസായികൾ നൽകിയ തുകയും ചേർത്ത് 14 ലക്ഷം രൂപ വീതമാണ് ഇരു കുടുംബങ്ങൾക്കും മന്ത്രി കൈമാറിയത്. വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ MA യൂസഫ് അലി 5 ലക്ഷം രൂപ നൽകി. വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ രവിപിള്ള, ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ എന്നിവർ 2 ലക്ഷം രൂപ വീതവും നൽകി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സഹായം വേഗത്തിൽ ലഭ്യമാക്കിയ സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. അപകടത്തിൽ മരിച്ച ബാഹുലയന്റെ പുലാമന്തോളിലെ വീട്ടിലെത്തിയ മന്ത്രി ബാഹുലയന്റെ അച്ഛൻ വേലായുധന്റെ കയ്യിലാണ് തുക കൈമാറിയത്. കൂട്ടായി കോതപ്പറമ്പിലെ നൂഹിന്റെ വീട്ടിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, വാർഡംഗം P ഇസ്മായിൽ, തഹസിൽദാർ TK നൌഷാദ്, ഡെപ്യൂട്ടി തഹസിൽദാർ SKM ബഷീർ, നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ, മംഗലം വില്ലേജ് ഓഫീസർ നിഷ S ശിവാനന്ദൻ, CP ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുലാമന്തോളിൽ നജീബ് കാന്തപുരം MLA, പഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, വാർഡംഗം C മുഹമ്മദ് അലി, തഹസിൽദാർ ജയസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടക്കുന്ന അട്ടപ്പാടി കാഞ്ഞിരപ്പുഴ റോഡുകളുടെ അതിർത്തി നിർണയിച്ച് കല്ല് സ്ഥാപിക്കണമെന്ന് താലൂക്ക് വികസന സമിതി. 2 റോഡുകളിലും കയ്യേറ്റം വ്യാപകമാണെന്ന് അംഗങ്ങൾ. തെങ്കരയിൽ അനധികൃതമായി നികത്തിയ ഭൂമിയിലെ മണ്ണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി. നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിലെയും ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിലെയും കയ്യേറ്റം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 30 മീറ്റർ വീതിയുള്ള അട്ടപ്പാടി റോഡ് 13 മീറ്ററാക്കി ചുരുക്കിയാണ് നവീകരിക്കുന്നത്. റോഡിന്റെ ഇരുവശവും വ്യാപകമായി കയ്യേറ്റം തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ റോഡിലും സമാനമായ സ്ഥിതിയാണ്. റോഡിലേക്ക് ഇറക്കി മതിൽ കെട്ടി പൂന്തോട്ടം വരെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. കയ്യേറ്റം ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പിന്നീട് ഒഴിപ്പിക്കാൻ വലിയ പ്രയാസമാണ് ഉണ്ടാകുക. മണ്ണാർക്കാട് ടൗണിൽ റോഡ് വികസനത്തിനായി 456 കെട്ടിടങ്ങളാണ് പൊളിച്ചതെന്ന് ഓർക്കണമെന്ന് വികസന സമിതി അംഗം PR സുരേഷ് പറഞ്ഞു. സൗകര്യങ്ങൾ കടക്കാർ മുഴുവൻ നികത്തി ശരിയാക്കി. ഇതൊക്കെ നിങ്ങൾക്ക് നാളെ ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങളുമായുള്ള പാവങ്ങളുടെ പൈസയാണ് പോണത്. നിങ്ങൾ ശമ്പളം വാങ്ങുന്ന ഈ പറയുന്ന പാവപ്പെട്ടവൻ നികുതി കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ ഈ ശുദ്ധമായ തോന്നിവാസം ഇതിന് നിങ്ങൾക്ക് സർവേ നടത്തണം. സർവേ നടത്താനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞമാരുള്ള താലൂക്ക് സർവേയർമാരാണ്. എങ്ങനെ വേണമെങ്കിൽ വളയ്ക്കാനും തിരിക്കാനും പറ്റുന്ന സർവേയർമാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ശുദ്ധ തെമ്മെടുത്തിലാണ് PWD ഇത് നടത്തുന്നത്. ഈ പറയുന്ന കാര്യത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആരാത്തിന്റെ പിന്നാലെ നടക്കുക? ഇതിന് ഉദ്യോഗസ്ഥന്മാർ നടക്കണ്ടേ? ആദ്യം തന്നെ ചെയ്യുമ്പോൾ അരിക്ക് ചേർത്ത് ചെയ്താൽ എന്താ കുഴപ്പം? ഞങ്ങൾ അതിലിന്നതാണ്, ആ അതിലേക്കാണ് ഞങ്ങൾ പണിയെടുക്കണം. അപ്പൊ നമ്മളോടൊന്ന് പറഞ്ഞ എന്താണ്, ടാറിങ്ങൾ റോഡിൽ വീണ വെള്ളം അപ്പം തന്നെ ചാലിലേക്ക് പോകണം. അപ്പൊ അതുകൊണ്ടാണ് വീതി കുറച്ച് ചെയ്തതെന്നാണ് ഇവരെ മറുപടി എന്ന് കഴിഞ്ഞ സഭയിൽ പറഞ്ഞത്. ഇപ്പം പല സ്ഥലത്ത് റോഡിലെ സ്ഥിതി എന്താ? വെള്ളം വീഴുന്നത് മുഴുവൻ അതേമാതിരി പോവുകയാണോ? അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബൈപ്പാസ് റോഡിലേക്ക് സ്ഥിതി എന്താ? ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നില്ലേ? ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ലേ? ഇത് മുഴുവൻ പോകുന്നുണ്ടോ? പല സ്ഥലത്തും ഇപ്പോഴും അപാടല്ലേ? അപ്പൊ ശുദ്ധ തെമ്മാടിത്തരം ചെയ്യാം.
ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുക, എന്തും ചെയ്യാൻ കഴിയും. അതായത് കയ്യേറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ റോഡ് KRFBയുടെ കൈവശമാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മറുപടി. കയ്യേറ്റങ്ങൾ തടയാൻ എന്ത് നടപടി സ്വീകരിച്ചെന്ന് അടുത്ത യോഗത്തിൽ അറിയിക്കാൻ നിർദ്ദേശം നൽകി. താലൂക്കിൽ പൊതു ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങൾ സർവേ നടത്താൻ കാലതാമസം വരുത്തില്ലെന്ന് തഹസിൽദാർ ഉറപ്പു നൽകി. വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകൾ നന്നാക്കാൻ നടപടി വേണമെന്ന് അംഗങ്ങളായ സന്തോഷ്, മോൻസി തോമസ്, ബാലൻ പൊറ്റശ്ശേരി എന്നിവർ ആവശ്യപ്പെട്ടു. കുമരംപുത്തൂരിൽ ഹൈലൈറ്റ് മാൾ നിർമ്മിക്കുന്ന സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ലെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന് അംഗം AK അബ്ദുൽ അസീസ് ആവശ്യപ്പെട്ടു. കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, തഹസിൽദാർ മുരളീധരൻ, ഡെപ്യൂട്ടി തഹസിൽദാർ C വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതിയിൽ താലൂക്ക് തലത്തിലെ വകുപ്പ് മേധാവികൾ പങ്കെടുക്കാത്തതിനെതിരെ യോഗത്തിൽ വീണ്ടും വിമർശനം. മണ്ണാർക്കാട് നഗരസഭയെ പ്രതിനിധീകരിച്ച് മാസങ്ങളോളമായി ആരും പങ്കെടുക്കാറില്ല. വകുപ്പ് തലത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോ അദ്ദേഹത്തിന്റെ തൊട്ടുതാഴെയുള്ള ഉദ്യോഗസ്ഥനോ പങ്കെടുക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്ന് തഹസിൽദാർ പറഞ്ഞു. ഉത്തരവിന്റെ കോപ്പി സഹിതമുള്ള നോട്ടീസാണ് വകുപ്പ് മേധാവികൾക്ക് നൽകിയത്. ഉദ്യോഗസ്ഥർക്ക് ഹാജരാകാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കേണ്ടത്. ഒന്നുകൂടി മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ നഗരസഭയെ പ്രതിനിധീകരിച്ച് ആരും എത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നത്. യോഗത്തിൽ ഉയരുന്ന വിഷയങ്ങൾക്ക് ആധികാരികമായി മറുപടി നൽകാൻ കഴിയുന്നവരെ പങ്കെടുപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു. പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾ താലൂക്ക് വികസന സമിതിയിൽ. റോഡ് തകർച്ചയും ജൽജീവൻ മിഷൻ പദ്ധതി പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസം യോഗം നടന്നിരുന്നില്ല. മുഹമ്മദ് മൂസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ ജനകീയ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള റോഡ് തകർച്ച തന്നെ പ്രധാന ചർച്ചയായി. ഗ്രാമീണ റോഡുകൾ വലിയ ശ്രദ്ധയോടും ഗ്രാമീണ റോഡുകൾ ആകെ തകർന്നു. ഇപ്പോൾ പുലാശ്ശേരി ഭാഗത്ത് കോറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ വണ്ടികൾ പോയതിന്റെ ഭാഗമായിട്ട് ഉള്ള റോഡുകൾ തകർന്ന് വലിയ രീതിയിൽ ജനരോഷമാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തുകൾക്ക് കിട്ടുന്ന ഫണ്ടുകൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫണ്ടുകൾ കൃത്യമായിട്ട് പല സാങ്കേതിക തടസ്സം കാരണം നമുക്ക് ഇപ്പോ വിലോറായി. ഈ വർഷത്തെ ഫണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമില്ല. അപ്പൊ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റോഡുകൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയാത്ത സമയത്താണ് എല്ലാം തകർന്നത്. അതിഗൗരവമായി MLAയും ഒക്കെ ഒന്ന് അതിൽ ഗൗരവമായി ഇടപെട്ട് പ്രാദേശിക റോഡുകൾ നേരെക്കാനുള്ള സംവിധാനം. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്തു. കുടിവെള്ള കണക്ഷൻ ലഭിക്കാത്തതും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും ചർച്ചയായി. ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിളയൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും താലൂക്ക് വികസന സമിതിയുടെ മുന്നിൽ ചർച്ചയായി. കണ്ണന്നൂരിൽ കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത പ്രശ്നവും യോഗത്തിൽ ചർച്ചയായി. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA സൂചിപ്പിച്ചു. കൊപ്പത്തെ വിശ്രമ കേന്ദ്രവും തുറന്നുകൊടുക്കാൻ നടപടിയായെന്നും ടൗൺ നവീകരണത്തിന്റെ 2ാം ഘട്ട നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA സൂചിപ്പിച്ചു. മറ്റൊന്നുമല്ല, നമ്മുടെ വാടാനംകുറിശി മേൽപ്പാലത്തിന്റെ സൈഡിൽ നിരന്തരമായി അവിടെ വിളിച്ചു പറയുമ്പോൾ ചെറുതായിട്ട് ഒരു കുഴിയവസ്ഥ പോകും. പിറ്റേ ദിവസം വെള്ളം നിന്ന് അവിടെ കുഴിയാവും. ഇങ്ങനെയുള്ള പ്രശ്നം രൂക്ഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. RBDCക്ക് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ വാടാനംകുറിശി മേൽപ്പാലം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിലെ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി അവർ ഇടപെടേണ്ടതാണ്. ബന്ധപ്പെട്ട കോൺട്രാക്ടർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ്. അപ്പൊ കുറച്ച് മെല്ലെപ്പോക്ക് അതിലുണ്ട് എന്നുള്ളത് കാരണം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മേൽപ്പാലം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉള്ള വർക്ക് നടക്കാൻ എന്നതിന്റെ അത് മെല്ലെയായതുകൊണ്ടാണെങ്കിലും ഈ ആളുകളുടെ ദുരിതം കുറക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ സൈഡിലെ അപ്രോച്ച് റോഡ് നന്നാക്കി കഴിഞ്ഞ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്താൽ നടക്കും. അത് അടിയന്തരമായി ചെയ്യിക്കേണ്ടതാണ്. അതിന് കളക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ ജയിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ മെയിൻ റോഡാണെങ്കിൽ മെയിൻ റോഡ് ഇപ്പോൾ അവര് KRB അതിന്റെ പാച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് ടൗണിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ വികസന സമിതിയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കമ്മിറ്റിയിലും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു
നമ്മുടെ സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ സ്കെച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ വെഡിങ് ഓണേഴ്സ് അടക്കമുള്ളവർ സഹകരിച്ചുകൊണ്ട് നമുക്ക് ടൗണിലേക്ക് റോഡ് വീതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അപ്പൊ എല്ലാവരുടെയും സഹകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് അതിന്റെ സ്കെച്ചും മറ്റു കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി ടൗണിലെ വർക്ക് കൂടി വീതി കൂട്ടിക്കൊണ്ടുള്ള വർക്ക് കൂടി ആരംഭിക്കാൻ കഴിയണം. എന്നാലാണ് നമുക്ക് ആ റോഡ് പൂർണ്ണമായി അതിന്റെ ലക്ഷ്യത്തിലെത്തുള്ളൂ. അപ്പൊ അതിനെല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീതാ മണികണ്ഠൻ, വി പി രജീന, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷർഫുദ്ദീൻ കളത്തിൽ, എം കെ ബേബി ഗിരിജ, ടി ഉണ്ണികൃഷ്ണൻ, എ ആനന്ദവല്ലി, വി രമണി, രതി ഗോപാലകൃഷ്ണൻ, തഹസിൽദാർ ബിന്ദു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഭരണ സംവിധാനത്തിലും അപാകത എന്നതടക്കം താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച പ്രതിനിധികൾ. ഭരണമുന്നണിയിലെ ഘടകകക്ഷി പ്രതിനിധികൾ ഉൾപ്പെടെയാണ് ആശുപത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സ്ഥലം മാറ്റത്തിന് ശേഷം ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാണെന്ന് പ്രതിനിധികൾ ആരോപിച്ചു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ആവശ്യത്തിന് ലഭ്യമാകുന്നില്ല. കിടത്തി ചികിത്സാ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നില്ല. കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യുന്നു തുടങ്ങിയവയായിരുന്നു പ്രധാന വിമർശനം. ആശുപത്രിയിലെ ഭരണ സംവിധാനത്തിൽ അപാകതയുണ്ടെന്ന് ഘടകകക്ഷിയിലെ പ്രതിനിധി ആരോപിച്ചു. താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തുകൂടെ ഉന്നയിച്ചാലും കൃത്യമായി മറുപടി തരാൻ താലൂക്ക് ഹോസ്പിറ്റലിലെ അധികൃതർ തയ്യാറാവാറില്ല. 4 മാസമായിട്ട് ഇതുവരെ റിപ്പോർട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 മണിക്ക് മുമ്പ് തരാന്ന് പറയുമ്പോൾ അത് കഴിയായിട്ടല്ലല്ലോ. താലൂക്ക് സഭ എന്നുള്ളത് അത്രയായിട്ട് കണ്ടിട്ടുള്ളൂ എന്നുള്ളതും ആ ഉദ്യോഗസ്ഥൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടല്ലേ തരാത്തത്. ഇപ്പൊ 4 മണിക്ക് മുമ്പ് റിപ്പോർട്ട് തരാന്ന് പറയുമ്പോൾ 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കഴിയും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്തുണ്ടാവും, ഒപ്പിയിലുണ്ടാവും, അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഉണ്ടാവും. അവിടെ വരുന്ന രോഗിക്ക് അറിയില്ല ഏത് ഡോക്ടറാണ് ഞങ്ങളുടെ പറയുന്നത്. ബോർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പരിപാലിച്ച് പോകുന്നില്ല. ഡോക്ടർമാർ മാറി ആ ബോർഡ് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഏത് മറ്റു സ്പെഷ്യലിസ്റ്റാണ് അവിടെ ഉള്ളത്. ഇതിനെക്കുറിച്ച് സാധാരണ വരുന്ന ആളുകൾക്കൊന്നും അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായിരുന്നു എല്ലാ കാര്യങ്ങളും. അതെല്ലാം തകിടം പറഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഭരണ സംവിധാനത്തിലുള്ള പ്രശ്നമാണ് സത്യത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിനെ ഈ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പോൾ വളരെ വൃത്തിയും വെടുപ്പോടും കൂടി എല്ലാ സൗകര്യങ്ങളും, നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി കെട്ടിടമാണ് എന്ത് ചെയ്യുന്നത് വരാൻ പോണത്, എല്ലാ സൗകര്യങ്ങളുള്ള കെട്ടിടം. പക്ഷെ അതുണ്ടായിട്ട് എന്താ കാര്യം? കൃത്യമായ കാര്യങ്ങൾ നടത്താനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ, ഒരു സിസ്റ്റം വർക്ക് ചെയ്താലല്ലേ വൃത്തിയായി മുന്നോട്ട് പോകും. തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേർന്ന വികസന സമിതി യോഗത്തിൽ ആശുപത്രിയിലെ താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്നലെ നടന്ന യോഗത്തിലും സമർപ്പിക്കാത്തതിനെ ചൊല്ലിയും വിമർശനമുണ്ടായി. റിപ്പോർട്ട് തിങ്കളാഴ്ചയ്ക്കകം നൽകാമെന്ന താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ മറുപടിയിൽ പ്രതിനിധികൾ വിമർശനവുമായി രംഗത്തെത്തി. തഹസിൽദാറും ആശുപത്രി അധികൃതരെ വിമർശിച്ചു. സൂപ്രണ്ടാണ്, ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, നമ്മളിതിന്റെ മെയിൻസ് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ കാണണം. കാരണം ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ അത് എന്താണ് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഉന്നയിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ നമ്മളത് ലാഘവത്തോടെ കാണുന്നു എന്നുള്ള ഒരു നിലപാടിലാവും. നമ്മൾ അവിടെ നടന്ന കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ അത് സുതാര്യമാണ്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് എങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമം. കാരണം നമ്മളിപ്പോൾ 2-3 ചേർന്ന മീറ്റിംഗാണ്. ഇപ്പം ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ ചെയ്തു പോകും. എന്നിട്ട് നമുക്ക് ഇതിന് ഈ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച വിഷയത്തിന് ഒരു വിശദീകരണം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് മോശമാണ്. ഉടൻ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ വകുപ്പ് മേധാവികളെ അറിയിക്കേണ്ടി വരുമെന്ന് തഹസിൽദാർ മുന്നറിയിപ്പ് നൽകി. വൈകിട്ട് 4-നകം വിശദീകരണം നൽകാമെന്നും സൂപ്രണ്ട് മറുപടി നൽകിയതോടെയാണ് ബഹളം അവസാനിച്ചത്. അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ കുറവുള്ള ആശുപത്രിയിൽ പലപ്പോഴും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അവിടേക്ക് നിയോഗിക്കേണ്ട സാഹചര്യമാണെന്ന് സൂപ്രണ്ട് വിശദീകരിച്ചു. ഇതോടെയാണ് പ്രത്യേക OP പ്രതിസന്ധിയിലാകുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ജനറൽ OPയിൽ ലഭ്യമാണെന്നും അദ്ദേഹം മറുപടി നൽകി. ആശുപത്രിക്ക് നഷ്ടമായ ENT ഡോക്ടറുടെ തസ്തിക തിരികെ ലഭിച്ചിട്ടുണ്ടെന്നും അത്യാഹിത വിഭാഗത്തിലേക്കും ഡോക്ടറെ അനുവദിക്കാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയും പറഞ്ഞു. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി അധ്യക്ഷയായി. ചെറുപ്പശ്ശേരി നഗരസഭാ അധ്യക്ഷൻ P രാമചന്ദ്രൻ,
കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, തഹസിൽദാർ ആന്റോ ജേക്കബ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM രംഗത്ത്. ഓട് പൊളിച്ചു വന്നവരല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാരെന്നും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും CPM ജനപ്രതിനിധികൾ വ്യക്തമാക്കി. UDFനുള്ളിലെ തർക്കങ്ങളാണ് പട്ടാമ്പി ബ്ലോക്കിൽ പ്രതിഫലിക്കുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി ആരോപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സഭയിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഭരണസമിതി അവഗണന കാണിച്ചുവെന്നും ഇക്കാര്യം ബ്ലോക്ക് ഭരണസമിതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചോദ്യം ചെയ്യുകയുമുണ്ടായി. ഇത് വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കും ഇടവരുത്തിയിരുന്നു. CPMനുള്ളിലെ പ്രശ്നങ്ങളാണ് ഇടതു പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രതിഷേധത്തിന് പിന്നിലെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രംഗത്തെത്തിയത്. ഓട് പൊളിച്ചു വന്നവരല്ല പ്രസിഡന്റുമാരെന്നും ഇവരുടെ അധികാരത്തിൽ ആരും കൈകടത്തേണ്ട എന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വളരെ കഷ്ടപ്പെട്ടാണ് കൃഷിക്കാർ കൃഷിയായി മുന്നോട്ട് പോകുന്നത്. അവരങ്ങേത്തരം വരെ ബഹുമാനിക്കേണ്ടവർ. ആ സഭ വളരെ ശുഷ്കിച്ച് ഒരു മാത്രമായ ഒരു പരിപാടിക്ക് നടത്തി. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ അവിടെ സംസാരിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സംസാരിക്കാൻ ആദ്യം ക്ഷണിച്ചത്. അതിന് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുടെ ഒരു നിലപാടെന്താ വെച്ചെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ ഒരു സദസ്യർ സംസാരിക്കേണ്ടവരല്ല എന്നാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. കൃഷിക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആ യോഗത്തിൽ പങ്കെടുത്തത്, അവസാനം വരെ പങ്കെടുത്തത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള സ്ഥിതിക്ക് അത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. സാധാരണ നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ കാര്യത്തിൽ അവരെ അവഗണിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ അവർക്ക് പറയാനോ അവകാശമുണ്ട്. പക്ഷെ അത് അവതരിപ്പിക്കാനോ ആ കാര്യങ്ങൾ അവിടെ അവർക്ക് സംസാരിക്കാനോ അവസരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയില്ല, അവസരം നൽകിയില്ല. അവിടെ അവരെടുത്ത നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എവിടുന്നോ ഓടി വിളിച്ച് ഇറങ്ങി വന്നവരാണ്. CPMനുള്ളിൽ അല്ല UDFനുള്ളിലാണ് പ്രശ്നങ്ങളെന്നും ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു. ഭരണസമിതി യോഗത്തിൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് പങ്കെടുക്കാതിരുന്നതെന്നും ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന സമീപനമാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്വീകരിച്ചതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൂചിപ്പിച്ചു. ഒരു പരിപാടിയിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇവരെ വിട്ടു നിൽക്കേണ്ടി വന്നു. കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഞങ്ങൾക്കാണ് കൂടുതലുണ്ടായിരുന്നത്. അന്ന് അവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു താൽക്കാലിക വിധി സമ്പാദിക്കണ്ടായി. ഞങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് ഒരു വിധി സമ്പാദിക്കണ്ടായി. അതിന് അപ്പീൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ പ്രസിഡന്റുമാർ ഞങ്ങളുടെ മെമ്പർമാർക്കും ഒരേ അവകാശമാണ്, അവർ ക്ഷണിതാക്കളൊന്നല്ല. അപ്പൊ ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയേണ്ടത് ബ്ലോക്കിലും, ബ്ലോക്കിന്റെ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിലും പറയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. എപ്പോഴും ഈ വൈസ് പ്രസിഡന്റായ റഷീദ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടോ അറിയാത്തത് കണ്ടോ എന്നറിയില്ല. പിന്നെ പാർട്ടിയിലുള്ള ഗ്രൂപ്പിസം, പട്ടാമ്പിയിലല്ല കേരളത്തിൽ പോലും ഒരു ഗ്രൂപ്പിസം അല്ല പാർട്ടിയിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈ ബോർഡിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത് എൻ്റെ മകളുടെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഗ്രൂപ്പിസം ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ഒരു മെമ്പറായത് കൊണ്ടാണ് ഇവര് നമ്മളെ അവിടെ. ഞാൻ 10 വർഷമായി മുസ്ലിം ലീഗിൽ നിന്ന് പോയിട്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വ്യക്തമായ അവകാശമുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള അവഗണനകളുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാവുമെന്നും ഇവർ വ്യക്തമാക്കി. 2 പഞ്ചായത്തിൽ മാത്രമാണ് UDFന് പ്രസിഡന്റുമാരുള്ളത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പ്രസിഡന്റുമാർക്ക് വോട്ടവകാശമില്ലാത്തത്. മറ്റു കാര്യങ്ങളിൽ അവിടെ വോട്ടവകാശമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്. ഭരണസമിതി അംഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഞങ്ങളെ കൃത്യമായി വിളിച്ച് ഞങ്ങളവിടെ ഒപ്പിട്ട് ശരിക്കും ഞങ്ങൾക്ക് അലവൻസ് കൂടി അനുവദിക്കുന്നതാണ്. അതൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ അതാണ് അതിൻ്റെ നിയമം. പഞ്ചായത്ത് രാജ് നിയമത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിരന്തരമായി രാഷ്ട്രീയ വിരോധം വെച്ച് ഞങ്ങൾക്കെതിരെ ശക്തമായി നിരവധി പ്രാവശ്യം അവഹേളനമാണ്. ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ്. ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്ത പദ്ധതിയാണ്. അത് അട്ടിമറിക്കുക എന്നത് ഇവരുടെ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇവിടെ ബോധപൂർവം MLA ഉൾപ്പെടുത്താതെ
ഏരിയ സെക്രട്ടറിക്ക് പുറമെ ഇടതുപക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷൊർണൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്ക്. കാരക്കാട് ഭാഗത്ത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം. വയോധികൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്ക് പറ്റിയത്. ഷൊർണൂർ കാരക്കാട് വായനശാലയ്ക്ക് സമീപമാണ് ശനിയാഴ്ച രാവിലെ 11:30 തെരുവുനായ ആക്രമണമുണ്ടായത്. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ വയോധികൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. ഈ നായ പ്രദേശത്തുള്ള ഒരു പൂച്ചയെ കടിച്ചു കൊന്നിട്ടുണ്ട്. മേലേപ്പാട്ടുതൊടി ഉദയകുമാർ, ദിലീപ്, അരുൺ, ബീന, വളയംതൊടി ശൈലജ, മഠത്തിൽ കോന്നാനത്ത് രാമചന്ദ്രൻ, ചിറ്റേടിയത്തുമന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ കടിയേറ്റത്. ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ നായ ബീനയുടെ കയ്യിൽ കടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ബീന വീടിനകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു. ബീനയുടെ കയ്യിൽ കപ്പിയെങ്കിലും ഇവർക്ക് പരിക്കുകളൊന്നും സംഭവിച്ചില്ല. തുടർന്ന് അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കണ്ണുകാണാത്ത ദിലീപിന്റെ വീട്ടിലേക്ക് കയറി ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു. ദിലീപിന് ഇടത്തേക്കാലിൽ കടിയേറ്റിട്ടുണ്ട്. ദിലീപിനെ കടിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ പോയ ഉദയകുമാറിനും അരുണിനും കൈകളിലും മുഖത്തുമായി കടിയേറ്റിട്ടുണ്ട്. ഇതിൽ ജാതവേദൻ നമ്പൂതിരിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരെ കടിച്ച പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായ മറ്റു നായകളെയും കടിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ലാത്തതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 3 വർഷം മുമ്പ് നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് തകർച്ചയുടെ വക്കിൽ. റോഡിന്റെ ഇരുഭാഗങ്ങളിലും കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി എടുത്ത ചാലുകളാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം പനയൂർ ഹെലൻ കെല്ലറിന് സമീപം മണ്ണിട്ട് മൂടിയ ചാലിൽ ടോറസ് ലോറി താഴ്ന്ന സ്ഥിതി ഉണ്ടായി. 12 കോടി രൂപ ചിലവിൽ നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് തകർന്നു കിടന്നിരുന്ന റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചത്. നിർമ്മാണം പൂർത്തിയായി 3 വർഷം പിന്നിടുമ്പോഴേക്കും റോഡ് തകർച്ചയുടെ വക്കിലാണ്. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡിന്റെ ഇരുഭാഗങ്ങളിലും ചാലെടുത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായിരിക്കുന്നത്. ഭാരമേറിയ ടോറസ് ലോറികൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ് തകർച്ചയുടെ മറ്റൊരു കാരണമെന്നും ജനങ്ങൾ പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങൾ പൊതുമരാമത്ത് വിഭാഗത്തിനും പോലീസിനും പരാതികളും നൽകിയിരുന്നു. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി എടുത്ത ചാലുകൾ മണ്ണുപയോഗിച്ച് മൂടിയെങ്കിലും കോൺക്രീറ്റ് ചെയ്യാത്തത് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. വേമ്പലത്ത് പാടത്തെ കോറിയിൽ നിന്നും കരിങ്കൽ കയറ്റിയ ടോറസ് ലോറി കഴിഞ്ഞ ദിവസം ഹെലൻ കെല്ലറിന് സമീപത്ത് വെച്ച് പൈപ്പ് ചാലിൽ താഴ്ന്നു. 3 മണിക്കൂറിലധികം നേരം ചാലിൽ കുടുങ്ങിയ ലോറി JCBയും ക്രെയിനും മറ്റൊരു ലോറിയും എത്തിച്ചാണ് വലിച്ചു കയറ്റിയത്. സമാന സംഭവങ്ങൾ ഈ പാതയിൽ തുടർക്കഥയാണ്. പൈപ്പ് ചാലിനായി എടുത്ത ചാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇതിപ്പോ നമ്മുടെ പ്രദേശത്ത് ഒരു ആദ്യത്തെ സംഭവമല്ല. ഇതേപോലെ ഒരുപാട് തവണ ഈ പല വണ്ടികളും ഈ റോഡിന്റെ സൈഡിലായിട്ട് കുടുങ്ങി കിടക്കണം, ഇരുവശങ്ങളിലായിട്ടും. ഇത് മെയിനായിട്ട് വരാനുള്ള ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്, പൈപ്പ് ലൈനിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതിനെ ചാലി കീറുണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ പണിയൊന്നും കറക്റ്റായിട്ട് പൂർത്തീകരിക്കാണ്ട് മറ്റുള്ള വലിയ വാഹനങ്ങളായാലും ചെറുകിട വാഹനങ്ങളായാലും പലതവണയിട്ട് ഈ റോഡിന്റെ പല സൈഡിലായിട്ട് ഇതേപോലെയുള്ള താഴ്ചയും പല ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങളും യാത്രക്കാരും നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരണമെന്നുണ്ടെങ്കിൽ അധികാരികൾ കണ്ണു തുറക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഈ റോഡിൻ്റെതായ വികസന പദ്ധതികൾ നല്ല രീതിയിൽ ചെയ്തിട്ട് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ശരിയാക്കണമെന്നാണ് ഒരു നാട്ടുകാരനെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് റവന്യൂ വകുപ്പ് പിടികൂടി. മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ച വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയി. മണ്ണുമാന്തി ഉൾപ്പെടെ 6 വാഹനങ്ങളുടെ ബാറ്ററികളാണ് നഷ്ടമായത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ലെന്ന് വാഹന ഉടമകൾ. അനധികൃതമായി കോറി ഉൽപ്പന്നങ്ങൾ കയറ്റിയതിനും കുന്നിടിച്ചതിനും മറ്റും പിടികൂടിയ വാഹനങ്ങൾ മിനി സിവിൽ സ്റ്റേഷന്റെ പിൻവശത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. 15,000 രൂപ വില വരുന്ന ബാറ്ററികളാണ് കളവ് പോയത്. ടൂൾസുകളും മോഷണം പോയിട്ടുണ്ട്. മിനി സിവിൽ സ്റ്റേഷന്റെ പിൻവശത്ത് ആരുടെയും ശ്രദ്ധ പതിയാത്ത സ്ഥലമാണ്. ഈ ഭാഗം കാട് പിടിച്ചു കിടക്കുകയാണ്. പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷ അധികൃതർ ഉറപ്പാക്കണമെന്ന് വാഹന ഉടമകൾ ആവശ്യപ്പെട്ടു. ബാറ്ററി മോഷണം പോയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന പരാതിയുമുണ്ട്.
വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ബാറ്ററി കളവ് പോയത് അറിഞ്ഞതെന്ന് ഉടമ പ്രമോദ് പറഞ്ഞു. 40 ദിവസമായി വില്ലേജ് ഓഫീസറെ പിടിച്ചിട്ട് 40 ദിവസമായി താലൂക്കിൽ കൊടുന്നിടുകയും ഞാൻ വെറുതെ വന്ന എൻ്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ നേരത്ത് വണ്ടിയിൽ ടൂൾസ്, ബാറ്ററി, ഒരു സാധനവും അതിൽ ഇല്ല, കളവ് പോയതായിട്ട് കാണപ്പെട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മാസ് കമ്മ്യൂണിക്കേഷൻ പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിനി വൈഷ്ണവി. ജേർണലിസത്തിൽ PG പൂർത്തിയാക്കി നല്ല മാധ്യമപ്രവർത്തകയാകാനാണ് വൈഷ്ണവിയുടെ ആഗ്രഹം. മണ്ണാർക്കാട് MS കോളേജിലാണ് വൈഷ്ണവി BA മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ 1ാം റാങ്ക് നേടി വൈഷ്ണവി നാടിന്റെ പ്രിയങ്കരിയായി. എരവിമംഗലം പാലുള്ളിപ്പടിക്കൽ ബാലകൃഷ്ണൻ ജയശ്രീ ദമ്പതികളുടെ മകളാണ് വൈഷ്ണവി. അച്ഛൻ ബാലകൃഷ്ണൻ പെരിന്തൽമണ്ണയിൽ ടിപ് ടോപ്പ് ടൈലേഴ്സ് എന്ന പേരിൽ തുന്നൽ കേന്ദ്രം നടത്തുകയാണ്. സഹോദരൻ അമൽ IT കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. ഇവരുടെയെല്ലാം പ്രോത്സാഹനത്തോടെ പഠിച്ചാണ് വൈഷ്ണവി 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. വലിയൊരു യാത്ര തന്നെയായിരുന്നു ഈ 3 വർഷം എന്ന് പറയുന്നത്. ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ടിട്ട് അവസാനത്തെ സെമിസ്റ്റർ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഏത് നേരം എനിക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ, അമ്മ, ഏട്ടൻ, പിന്നെ എന്നെ ഈ 6 സെമിസ്റ്ററും പഠിപ്പിച്ചത് എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ റാങ്ക് കരസ്ഥമാക്കിയത്. ഏട്ടൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നന്നായിട്ട് പഠിക്കണം, നമ്മൾ അത്രയും കാശൊക്കെ മുടക്കിയിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സയൻസാണ് +2 ചൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഡിഗ്രിക്ക് എനിക്ക് അത്രയും താല്പര്യപ്പെട്ടിട്ട് ഞാൻ എടുത്ത ഒരു കോഴ്സായിരുന്നു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇന്ന് ഇത്രയും വലിയൊരു ഉയരത്തിലെത്തുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സും, അമ്മ, അച്ഛൻ, ഏട്ടൻ, പിന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലാണ് വൈഷ്ണവി പഠിച്ചത്. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് +2 പഠനം പൂർത്തിയാക്കിയത്. ചിത്രകലയിലും കഥാരചനയിലും മിടുക്കിയാണ് ഈ റാങ്കുകാരി. ജേർണലിസത്തിൽ PG പഠിച്ച് നല്ല മാധ്യമപ്രവർത്തകയാകാനാണ് വൈഷ്ണവിയുടെ ആഗ്രഹം. ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ PG ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു UG എന്നുള്ളത് കൊണ്ട് മാത്രം എവിടെ എത്തില്ല. അപ്പോൾ PGയിലേക്ക് ഇനി ഞാനിപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇനി PGക്ക് ശേഷം പിന്നെ അതിൽ തന്നെ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. വർഷം 1587 ഓഗസ്റ്റ്. മനുഷ്യർ ഭൂമിയിൽ വിവിധ ഭാഗങ്ങളിൽ കോളനിവത്കരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന കാലം. കുടിയേറിപ്പാർക്കാനായി ഇംഗ്ലണ്ട് ഗവൺമെന്റ് സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു അത്. അങ്ങനെയാണ് ആ ദ്വീപ് അവരുടെ കണ്ണിൽപ്പെടുന്നത്. അമേരിക്കയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന റൊണോക്കെ എന്ന ദ്വീപായിരുന്നു അത്. ഇംഗ്ലണ്ടുകാർക്ക് ദ്വീപ് നന്നേ ബോധിച്ചു. ശത്രുക്കളായ സ്പാനിഷിൽ നിന്നും രക്ഷ നേടാനും കടലിലേക്കുള്ള യാത്ര സുഖകരമാക്കാനും ആ ദ്വീപ് അവരെ സഹായിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ 115ഓളം ആളുകൾ അവിടെ താമസിക്കാൻ ആരംഭിക്കുകയാണ്. ഇവിടെ കോളനികളുടെ ഗവർണറായി ജോൺ വൈറ്റിനെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ടാർപോളിൻ ഷെഡിൽ നിന്ന് കാരുണ്യ ഭവനത്തിന്റെ തണലിലേക്ക്. കരിമ്പുഴ പഞ്ചായത്തിലെ 17ാം വാർഡിൽ നാരായക്കട ആയിഷയാണ് കാരുണ്യത്തിന്റെ തണലിൽ സുരക്ഷിതയായത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി 17ാം വാർഡിൽ സർക്കാരിന്റെ ലൈഫ് മിഷൻ PMAY ഭവന പദ്ധതികളിലേക്ക് അപേക്ഷ നൽകി അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും 7 വർഷത്തോളമായി കാത്തിരിക്കുകയാണ് നാരായക്കട ആയിഷ. എന്നാൽ ഇതുവരെയും സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരിടമായില്ല. ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് 450 സ്ക്വയർ ഫീറ്റിൽ ബൈത്തുറഹ്മ നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് കമ്മിറ്റി മുന്നോട്ട് വന്നത്. 8 മാസം കൊണ്ട് വീടിന്റെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിച്ച 1ാമത് ബൈത്തുറഹ്മയുടെ താക്കോൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ നിർവഹിച്ചു. മുമ്പൊക്കെ ഞാനിവിടെ ആദ്യം മെമ്പറായിരുന്നപ്പോൾ, അവസാനമല്ല 2ാമത്തെ പ്രാവശ്യം മെമ്പറായിരുന്നപ്പോൾ ഈ കോളനിയിൽ തന്നെ ഞാൻ വീട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നാരായക്കട കോളനി തന്നെ ചായയോട് കൊടുത്തിട്ടുണ്ട്, ചീരത്തണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു വാർഡില് ആർക്ക് വീട് വേണമെന്നുള്ളത് അറിയാം, മെമ്പർക്കാണ്. ഇത്തരത്തിൽ അപേക്ഷ നൽകി അർഹത ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റൊരു സഹോദരിക്കും വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച 2ാമത് കാരുണ്യഭവനത്തിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ച് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാവ് K മൊയ്തുപ്പ അധ്യക്ഷത വഹിച്ചു. ബൈത്തുറഹ്മ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറും ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറിയുമായ EK സമദ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി P മുഹമ്മദ് അലി,
മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, വാർഡ് മെമ്പർ ലക്ഷ്മി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ, ഹബീബ് തങ്ങൾ, സുലൈമാൻ, പഞ്ചായത്ത് അംഗം ഇ പി ബഷീർ, നാസർ കരിപ്പമണ്ണ, വാർഡ് പ്രസിഡന്റ് ഇ കെ മുത്തു, സെക്രട്ടറി മൊയ്തുപുയു, ട്രഷറർ നാസർ ടി സി, പി സലീം ദാരിമി, ടി വീരാൻകുട്ടി ഹാജി, മുഹമ്മദ് അലി, അക്ബർ ഷാജഹാൻ, വീരൻ മുസ്ലിയാർ, സുഹൈൽ അബ്ദുൽ മുസ്ലിയാർ, പി പി ഹുസൈൻ, സി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം കിഴക്കേ തോടിന് സമീപം നഗരസഭ പാർക്കിനായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്നു. 4 വർഷം മുമ്പ് നിർമ്മിച്ച ഭിത്തിയാണ് തകർന്നത്. ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പാർക്കിനായി സ്ഥലം ഒരുക്കുന്നതിന്റെ ഭാഗമായി കിഴക്കേ തോടിന് സമീപം കെട്ടിയുയർത്തിയ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. 20 മീറ്ററിലധികം നീളത്തിലുള്ള ഭിത്തിയാണ് തകർന്നിരിക്കുന്നത്. ഭിത്തിയോടൊപ്പം മണ്ണും തോട്ടിലേക്ക് ഇറങ്ങിയ സ്ഥിതിയിലാണ്. 2019-20 വർഷത്തിൽ നിർമ്മിച്ച ഭിത്തിയാണ് തകർന്നിരിക്കുന്നത്. 4 ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. പാർക്കിനായി സ്ഥലമൊരുക്കി DTPCക്ക് കൈമാറാനൊരുങ്ങവെയാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. സംരക്ഷണ ഭിത്തി തകർന്ന സ്ഥലം BJP നേതാക്കൾ സന്ദർശിച്ചു. ഭിത്തിയുടെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. വെട്ടുകല്ലിട്ടുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി കൊണ്ട് ഒരു നദിയോ പുഴയോ തോടോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളോ ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിൻ്റെ സുരക്ഷാ ഭിത്തികൾ സ്ഥാപിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുക കരിങ്കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒറ്റപ്പാലം നഗരസഭ കരാറ് കൊടുത്ത കരാറുകാരൻ ചെയ്തിരിക്കുന്നത് വെട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് സുരക്ഷാ സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചിട്ടുള്ളത്. അഴുക്കുചാൽ ഇല്ല. ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കരിങ്കലത്താണി മുതൽ നാട്ടുകൽ 55 മൈൽ വരെയുള്ള ഭാഗങ്ങളിലാണ് വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ മുതൽ കരിങ്കല്ലത്താണി വരെയുള്ള ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. കടകൾക്കും വീടുകൾക്കും മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ആളുകൾക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം കടകളിലേക്കും വീടുകളിലേക്കും തെറിക്കുന്നത് പതിവാണ്. വലിയ തോതിൽ ഉണ്ടാവാറുള്ള വെള്ളക്കെട്ട് രാത്രിയിൽ ചെറിയ വാഹനങ്ങൾക്ക് അപകടകണിയുമാണ്. ദേശീയപാത നവീകരണം സമയത്ത് പാതയ്ക്ക് ഇരുവശവും അഴുക്കുചാൽ നിർമ്മിക്കാത്തതാണ് ഈ രീതിയിൽ റോഡിൽ വെള്ളം നിൽക്കാൻ കാരണം. നെല്ലായ ബീവിപ്പടി മുണ്ടനാംകുറിശി മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല ക്ഷേത്ര ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ കലശ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം നടന്നത്. ഇവിടെ നമ്മുടെ തന്ത്രി വര്യൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മഹാക്ഷേത്രമായി ഇനിയും ഉയരത്തിലെത്താൻ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിന് സാധിക്കണം. അതിനെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള വലിയ പരിശ്രമം വരും നാളുകളിലും ഉണ്ടാകണം. തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. ഒറ്റപ്പാലം ചിന്മയ മിഷൻ സാരഥി അഖിലേഷ് ചൈതന്യജി മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ SK ശ്രീകുമാർ, ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് മാനേജിംഗ് ട്രസ്റ്റി പങ്കജാക്ഷൻ, മുളയങ്കാവ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ R രത്മേഷ്, രാധാകൃഷ്ണൻ, ബാബുരാജൻ മാസ്റ്റർ, പ്രതാപൻ മാസ്റ്റർ, വീരൻ ഹാജി, വാർഡ് മെമ്പർമാരായ മാടാലം മുഹമ്മദ് അലി, PK മുഹമ്മദ് ഷാഫി, ദിലീപ് പൂമരം, ക്ഷേത്രം ട്രസ്റ്റി അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, ശ്യാം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ആദ്യകാല ക്ഷേത്രം ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ശാരീരികമായ ആവശ്യതകൾ അനുഭവിക്കുന്നവർക്ക് ക്ഷേത്രം വക ധനസഹായ വിതരണവും നടത്തി. പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം വയലിൻ വിദ്വാൻ CS അനുരൂപും ശിഷ്യ കുമാരി ഗംഗാ ശശിധരനും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ നാദവിസ്മയവും അരങ്ങേറി.
ജൂലൈ 13 ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ചടങ്ങുകൾ സമാപിക്കും. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ സയന്റിഫിക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫോറം ഇന്ത്യ സംഘടിപ്പിക്കുന്ന സെമിനാറും പുസ്തക പ്രകാശനവും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മണ്ണാർക്കാട് അൽഫായ്ദ ടവറിൽ നടക്കും. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി BK മൽഭാഷ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ ന്യൂനപക്ഷ ശാക്തീകരണം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനും മണ്ണാർക്കാട് സ്വദേശിയുമായ ജുനൈസ് പടലത്ത് എഴുതിയ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടത്തും. KTDC അധ്യക്ഷൻ PK ശശി അധ്യക്ഷത വഹിക്കും. MLA-മാരായ N ഷംസുദ്ദീൻ, K പ്രേംകുമാർ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യയിൽ ഏകദേശം 20% ന്യൂനപക്ഷ സമുദായമുള്ളത്. പക്ഷേ വെറും 20% പോലും ഇന്ത്യയിൽ പ്രൈമറി ലെവൽ മുതൽ യൂണിവേഴ്സിറ്റി ലെവലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നടത്തുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളാണ്. ഈ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ചില അവകാശങ്ങൾ അനുശാസിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 30. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുടങ്ങുവാനും നടത്തുവാനുള്ള അധികാരമുണ്ട്, ആർട്ടിക്കിൾ 30. എന്നാൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും അവരുടെ അവകാശങ്ങൾ എന്താണ് ഈ ആർട്ടിക്കിൾ 30 എന്ന് അത്രത്തോളം മനസ്സിലാവാറില്ല. അപ്പോൾ ഇതിനെ ഒരു ലളിതമായ രൂപത്തിൽ എന്താണ് ആർട്ടിക്കിൾ 30 എന്നും എന്താണ് ഈ അവകാശങ്ങളെ എന്നും വിശദീകരിക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലളിതമായ ഒരു പുസ്തകമാണിത്. ഇതിൽ അവകാശങ്ങളെക്കുറിച്ചും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റ്സിനെ കുറിച്ചും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വെർഷനാണിത്. ഇതിൽ മാക്സിമം എല്ലാ അവകാശങ്ങളെക്കുറിച്ചും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റെഫ് ഇന്ത്യ ചെയർമാൻ G നരേന്ദ്രനാഥ്, ഡയറക്ടറും ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് ജുനൈസ് പടലത്ത്, അക്കാഡമിക് ഡയറക്ടർ EM ഫിറോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കോട്ടപ്പാടം കച്ചേരിപ്പറമ്പ് റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധന കുടുംബത്തിന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന വീടിന് കച്ചേരിപ്പറമ്പ് മഹൽ ഖാസിം ബഷീർ ബാക്കവി കുറ്റിയടിച്ചു. 1 മാസം മുന്നെയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. പ്രദേശത്തെ അശരണർക്ക് അത്താണിയാവുകയാണ് റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രധാന പ്രവർത്തന ലക്ഷ്യം. 1 മാസം മുന്നേ രൂപീകരിച്ച ട്രസ്റ്റിന് കീഴിൽ നിർമ്മിക്കുന്ന ആദ്യ വീടിന് വെള്ളിയാഴ്ച കുറ്റിയടിച്ചു. കച്ചേരിപ്പറമ്പ് മഹൽ ഖാസിം ബഷീർ ബാക്കവി കർമ്മത്തിന് നേതൃത്വം നൽകി. ഉസ്താദ് ഇസ്മായിൽ അസ്ഹരി, റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് നൌഫൽ താളിയിൽ, TK ഇപ്പു, ഇല്യാസ് താളിയിൽ, ആലായൻ ബാവ, ട്രസ്റ്റ് സെക്രട്ടറി റസാഖ് പുളിക്കൽ, ട്രഷറർ VK റിയാസ്, ഷംസുദ്ദീൻ പൊതിയിൽ, K അബ്ദുൽ സലാം, P ഉമർ ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. വീട് വയ്ക്കാനുള്ള സ്ഥലം കുടുംബം മുന്നേ വാങ്ങിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രയാസം കാരണം നിർമ്മാണം നടന്നില്ല. വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിയാണ് ട്രസ്റ്റ് വീട് നിർമ്മാണവുമായി മുന്നോട്ട് വന്നത്. 610 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറാനാണ് റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യം. ബഷീർ ദിനത്തിൽ ടാലന്റ് ലാബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് തത്തനംപുള്ളി ALP സ്കൂൾ. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരിലെ സർഗാത്മക ശേഷികൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് തത്തനംപുള്ളി ALP സ്കൂളിൽ ടാലന്റ് ലാബ് ബാലസഭ പ്രവർത്തന പരിപാടിക്ക് തുടക്കമായത്. വാർഡ് മെമ്പർ മിസിത സൂരജ് ടാലന്റ് ലാബിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ടാലന്റ് ലാബിലൂടെ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി അരങ്ങിൽ എത്തിയത് കാഴ്ചക്കാർക്ക് വിരുന്നായി മാറി. റിട്ടയർഡ് അധ്യാപകനും സംഗീത നാടക കലാകാരനുമായ വാസു കാറൽമണ്ണ കുട്ടികളും രക്ഷിതാക്കളുമായി സംവദിച്ച് ടാലന്റ് ലാബ് ശില്പശാല നയിച്ചു. PTA-യുമായി സഹകരിച്ച് സ്കൂളിനു സമീപത്തെ വിവിധ കലാകാരന്മാരെ ടാലന്റ് ലാബിൽ കൊണ്ടുവന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ശില്പശാല ഒരുക്കുന്ന തുടർ പ്രവർത്തന പദ്ധതിയും ഇതിന്റെ ഭാഗമായി വിദ്യാലയം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനാധ്യാപിക KP ബീന, PTA പ്രസിഡന്റ് അൻവർ മക്കടയിൽ, MPTA പ്രസിഡന്റ് ഹാജിറ, വൈസ് പ്രസിഡന്റ് അസ്മിത, അധ്യാപകനായ VK ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കുലുക്കലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരിച്ച തിടപ്പള്ളിയുടെ സമർപ്പണം ശനിയാഴ്ച നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി സമർപ്പണം നിർവഹിച്ചു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പഴയ തിടപ്പള്ളിയാണ് ഭക്തരുടെ സഹായത്തോടെ നവീകരിച്ചത്.
ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി സമർപ്പണം നിർവഹിച്ചു. ഇവിടെ ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായി നവീകരിച്ച തിടപ്പള്ളി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദേവനും ദേവിക്കുമുള്ള നിവേദ്യം തയ്യാറാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇടമാണ്. ആ തിടപ്പള്ളിയുടെ നവീകരിച്ച തിടപ്പള്ളിയുടെ സമർപ്പണമാണ് ഇവിടെ നടന്നത്. ആ സമർപ്പണം ഭക്തരായിട്ടുള്ള കുറച്ച് പേരുടെ സമർപ്പണമായിട്ടാണ് നടന്നത് എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തി ബദർദീപം തെളിയിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷ് അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്മേഷ്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ സി രാജൻ, അമ്മത്തൊടി രാധാകൃഷ്ണൻ മാസ്റ്റർ, ഇ ഹരിദാസൻ, വിവിധ ദേശപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തിടപ്പള്ളി നവീകരണത്തിന് സംഭാവന ചെയ്ത ഭക്തരെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാസാംസ്കാരിക കൂട്ടായ്മയായ സർഗലയ ബഷീർ ദിനത്തിൽ ബഷീർ കഥാപാത്രങ്ങളുടെ മാനവികത എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ സി സുരേഷ് വിഷയാവതരണം നടത്തി. സർഗലയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷനായി. സി കെ കുട്ടിക്കൃഷ്ണൻ, പി ഹരിഗോവിന്ദൻ, ഓമന ഉണ്ണി, വി ഉണ്ണികൃഷ്ണൻ, സെബിൻ ആൻഡ്രൂസ്, സി കെ ഷാഹുൽ ഹമീദ്, വി പി സുരേന്ദ്രൻ, കെ വിദ്യാധരൻ, ശ്രീരാഗ് തോട്ടര എന്നിവർ സംസാരിച്ചു. കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ച് അല്ലെങ്കിൽ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇനി കെട്ടാത്ത അല്ലെങ്കിൽ അനുഭവിക്കാത്ത വേഷങ്ങളോ കെട്ടാത്ത വേഷങ്ങളോ ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക്. വാണിജ്യ വാർത്തകൾ. ലക്ഷക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്നും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താം. കേരളത്തിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് മാട്രിമോണിയായ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിലും തുടങ്ങി. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ വിവാഹം വരെയുള്ള സർവീസാണ് ഇന്റിമേറ്റ് മാട്രിമോണി ഉറപ്പ് നൽകുന്നത്. കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള ഇന്റിമേറ്റ് മാട്രിമോണിക്ക് അനേകം ജീവിത പങ്കാളികളെ കോർത്തിണക്കിയ പാരമ്പര്യമാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ വിവാഹ സേവന ശൃംഖലയായ ഇന്റിമേറ്റ് മാട്രിമോണി മലപ്പുറം ജില്ലയിലും എത്തി. ഇന്റിമേറ്റ് മാട്രിമോണിയുടെ 22ാമത്തെ ബ്രാഞ്ച് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും മികച്ച മാട്രിമോണി സൈറ്റുകളും മാട്രിമോണി ചെയ്യുന്ന അതിൽ പ്രഗത്ഭരാണ് ഇന്റിമേറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ആപ്പിലൂടെയാണ് പെരുന്തൽമണ്ണക്കാരൊക്കെ മലപ്പുറം ജില്ലക്കാരൊക്കെ അത് കണ്ടിട്ടുള്ളതെങ്കിൽ നേരിട്ട് തന്നെ വന്ന് രജിസ്റ്റർ ചെയ്യുകയും വിവാഹത്തിനാവശ്യമായ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ശാഖ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെ പെരിന്തൽമണ്ണക്കാർക്കും മലപ്പുറം ജില്ലക്കാർക്കും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ തുറന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് ഇതൊരു നല്ല തീരുമാനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നഗരസഭാ കൗൺസിലർമാരായ പച്ചേരി ഫാറൂഖ്, കെ സുബ്രഹ്മണ്യൻ, പത്തത്ത് ആരിഫ്, ഇന്റിമേറ്റ് മാട്രിമോണി മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് PR കണ്ണൻ, ഡയറക്ടർ PC ഗോപാൽ, അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരായ P അഭിലാഷ്, ഷൈൻ AK തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്റിമേറ്റ് മാട്രിമോണി ജീവിത പങ്കാളികളെ കണ്ടെത്തി അവരെ കൂട്ടിയിണക്കുന്ന മെച്ചപ്പെട്ട സേവനമാണ് നൽകുന്നതെന്ന് ഇന്റിമേറ്റ് മാട്രിമോണി ഓഫീസ് സന്ദർശിച്ച നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് വൈവാഹിക സ്വപ്നങ്ങൾക്ക് സാഫല്യം നൽകുന്ന നിരവധി വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിൽ ഒരുപാട് പുതിയ ജോഡികൾക്ക് അവസരമുണ്ടാകാനും ഒരുമിച്ച് കാണാനും ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു മാട്രിമോണി സർവീസ് അതൊരു സേവനമാണ്. നമ്മുടെ നാട്ടിലെ പുതിയ തലമുറക്ക് അവരുടെ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പിനുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പെരിന്തൽമണ്ണയിൽ വന്ന സ്ഥാപനങ്ങൾക്കെല്ലാം കിട്ടുന്ന മികവ് തീർച്ചയായിട്ടും ഇന്റിമേറ്റിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങളോടുകൂടിയാണ് ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പ്രവർത്തനം. ലക്ഷക്കണക്കിന് വെരിഫൈഡ് പ്രൊഫൈലുകൾ ഉള്ളതിനാൽ ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് PR കണ്ണൻ പറഞ്ഞു. ഇന്റിമേറ്റ് മാട്രിമോണി കഴിഞ്ഞ 21 വർഷമായി കേരളത്തിലെമ്പാടും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ബ്രാഞ്ചുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് മാട്രിമോണിയാണ്. ഏതാണ്ട് 500-ൽ പരം സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്ന ഈ കാലയളവിൽ ലക്ഷക്കണക്കിന് വിവാഹങ്ങൾ നടത്തിക്കൊടുത്ത 10 ലക്ഷത്തിലോ ഏറെ പ്രൊഫൈലുകൾ സ്വന്തമായിട്ടുള്ള ഏറ്റവും വലിയ അസിസ്റ്റഡ് മാട്രിമോണിയാണ്. ഇന്ന് വിവാഹം വേണ്ട എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയും ആളുകൾ ലിവിങ് ടുഗദറിലേക്കും അതുപോലെ താൽക്കാലികമായ ഒരു അറേഞ്ച്മെൻറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ ട്രഡീഷണൽ മാരേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പാരൻസിൻ്റെയും അവരെല്ലാം കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല മൊബൈൽ ആപ്പും വെബ്സൈറ്റും ഉൾപ്പെടെ കേരളത്തിൽ ഇക്കാലം അത്രയും ഏറെ മഹത്തായ 2 കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാട്രിമോണിയാണ് ഇന്റിമേറ്റ് മാട്രിമോണി. മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ബ്രാഞ്ചാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 21 വർഷം മുമ്പ് ഇരിങ്ങാലക്കുടയിലാണ്. സൗജന്യ രജിസ്ട്രേഷൻ, ഓരോ സമുദായത്തിനും പ്രത്യേക അസിസ്റ്റഡ് സർവീസ്, കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ആശയവിനിമയ രീതികൾ, കേരളത്തിൽ എല്ലായിടത്തും സർവീസുകൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പ്രത്യേകതകളാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്താൽ പിന്നെ വിവാഹം വരെ സർവീസ് ഉറപ്പാക്കുന്നു. അങ്ങനെ 22 വർഷത്തിനിടെ സംതൃപ്തരായ ലക്ഷക്കണക്കിന് ദമ്പതികളെയാണ് ഇന്റിമേറ്റ് സൃഷ്ടിച്ചത്. മുടികൊഴിച്ചിൽ ഇനി ഒരു പ്രശ്നമേ അല്ല. മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാൻ പ്രത്യേക ചികിത്സകളുമായി മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 10 വർഷത്തോളം വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ പുതിയ ശാഖ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം വീണ നായർ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാൻ പ്രത്യേക ഹെയർഫാൾ കൺട്രോൾ തെറാപ്പിയും കമ്പ്യൂട്ടറൈസ്ഡ് സ്കാൽപ്പ് ടെസ്റ്റും ഉൾപ്പെടെ നൂതന ചികിത്സാ രീതികളുമായാണ് ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ പുതിയ ശാഖ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ചലച്ചിത്ര താരം വീണ നായർ ശാഖ ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണെന്നൊക്കെ പറഞ്ഞത് ഒത്തിരി സന്തോഷം. നല്ല രീതിയിൽ ഒരുപാട് വലിയ വലിയ ബ്രാഞ്ചും വലിയ വലിയ രീതിയിലേക്ക് ക്ലിനിക്ക് മാറട്ടെ. എല്ലാവിധ ആശംസകളും. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഡോക്ടർ നാരായണ പ്രകാശ്, ഡോക്ടർ മായ അഭിലാഷ്, വിദ്യ KV, VN ചന്ദ്രൻ, തമിഴ് സിനിമാ സംവിധായകൻ MD ആനന്ദ്, ഹെഡ്ലൈൻ മീഡിയ ഫാഷൻ CEO ഷാബ്ജാൻ, C മാധവിക്കുട്ടി, ശ്രീകൃഷ്ണപുരം CI ഷഹീർ എന്നിവർ സംസാരിച്ചു. ചലച്ചിത്ര താരവും ടെലിവിഷൻ അവതാരകനുമായ അബി ജോയ് ആങ്കറായിരുന്നു. മുടികൊഴിച്ചിൽ മാറുന്നതോടൊപ്പം മുടിയുടെ കനവും നിറവും കൂടുന്നു എന്നതാണ് ഇവിടുത്തെ ചികിത്സയുടെ പ്രത്യേകത എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. എങ്കിലും നമ്മുടെ ആരോഗ്യയുടെ പുതിയൊരു ബ്രാഞ്ച് ഇവിടെ ശ്രീകൃഷ്ണപുരത്ത് തുറക്കുന്ന സമയത്ത് നമ്മളിവിടെ ജനറൽ പ്രാക്ടീസിനോടൊപ്പം തന്നെ കുറച്ച് സ്പെഷ്യലൈസേഷൻസും കൂടി ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മുടികൊഴിച്ചിൽ, അതിലൂടെ വന്ധ്യതാ ചികിത്സ, ചർമ്മരോഗങ്ങളുടെ ചികിത്സ, ഇതാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്തു വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾക്കും സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ നാരായണ പ്രകാശ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ശ്രീകൃഷ്ണപുരത്തും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മണ്ണാർക്കാടും, ഡോക്ടർ മായ അഭിലാഷ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മണ്ണാർക്കാടും ഉച്ചയ്ക്ക് 2 മണി മുതൽ 7 മണി വരെ ശ്രീകൃഷ്ണപുരത്തും പരിശോധനയ്ക്കുണ്ടാകും. മുടികൊഴിച്ചിലിന് പുറമെ വന്ധ്യതയ്ക്കും മറ്റു ചർമ്മരോഗങ്ങൾക്കും ഡോക്ടറുടെ പ്രത്യേക സേവനവും ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ലഭ്യമാണ്. പൈൽസ്, വെള്ളപ്പാണ്ട്, സോറിയാസിസ്, അണ്ഡാശയമുഴകൾ, ആമവാദം, സന്ധിവാതം, എക്സീമ, ഉദരരോഗങ്ങൾ,
മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും ക്ലിനിക്ക് തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷനും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിൽ രൂക്ഷ വിമർശനം. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് പട്ടാമ്പി താലൂക്ക് സഭയിൽ ജനപ്രതിനിധികൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ഭരണ സംവിധാനത്തിൽ അപാകതകളെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ കുടുംബത്തിനും തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെ കുടുംബത്തിനും മന്ത്രി അബ്ദുറഹ്മാൻ എത്തിയാണ് ധനസഹായം കൈമാറിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM രംഗത്ത്. സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ. ഷൊർണൂരിൽ തെരുവ് നായ്ക്കളുടെ അക്രമം, വയോധികൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. 3 വർഷം മുമ്പ് നവീകരിച്ച വാണിയംകുളം വല്ലപ്പുഴ റോഡ് തകർച്ചയുടെ വക്കിൽ. കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുത്തതാണ് റോഡ് തകരാൻ കാരണം. മണ്ണാർക്കാട് റവന്യൂ വകുപ്പ് പിടികൂടിയ വാഹനങ്ങളിൽ മോഷണം പോയത് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.